വിചാരിച്ചല്ല. നീ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ പീറ്റർ? എനിക്കിപ്പോ TV കാണാനുള്ളതാ. നിനക്കിപ്പോ കാണാൻ പറ്റില്ല. ഇന്ന് കാണാൻ സമ്മതിക്കില്ലല്ലോ. അതെന്താ അങ്ങനെ? ഞാൻ ഇപ്രാവശ്യം തെറ്റൊന്നും ചെയ്തില്ലല്ലോ. അത് വേറൊന്നുമല്ല, അമ്മയുടെ പുതിയ ബോസ് ഡിന്നറിന് വരുന്നുണ്ട്. കൊള്ളാം. ആ ബോസ് വരുന്നോണ്ട് അമ്മ എന്തായാലും ഡെസേർട്ട് ഉണ്ടാക്കും. ചോക്ലേറ്റ് ഐസ്ക്രീം ആയിരുന്നേ കൊള്ളായിരുന്നു. ഞാൻ പോയി നോക്കിട്ട് വരാമേ. അതെ, ചോക്ലേറ്റ് ഐസ്ക്രീം തന്നെയാണ്. ഹെൻറി, അത് തുടരുത്. എന്റെ ഈശ്വരാ, ഹെൻറി! ഈ തറ മുഴുവനും ഞാൻ തുടയ്ക്കണോ? അതെ, ഈ ചുവരും കൂടി തുടയ്ക്കണം. പിന്നെ ഈ കിച്ചൺ മുഴുവനും വൃത്തിയാക്കണം നീ. പിന്നെ ഹെൻറി, മുതിർന്നവർ മാത്രമുള്ള ചർച്ചയാണ് വൈകുന്നേരം നടക്കുന്നത്. അവർ വരുമ്പോൾ നീ ബെഡിലായിരിക്കണം. ബെഡിലോ? എനിക്കിന്ന് നേരത്തെ ഉറങ്ങണ്ടല്ലോ, കാരണം എനിക്ക് ചെലവ് വായിക്കണം. അതൊരിക്കലും ശരിയല്ല. അച്ഛാ പ്ലീസ്, ഞാനും നിങ്ങളുടെ കൂടെ ഇന്ന് ഡിന്നർ കഴിച്ചോട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മയുണ്ടല്ലോ, അതുകൊണ്ട് വേണ്ട. അത് കുറെ നാളുകൾക്ക് മുമ്പല്ലായിരുന്നോ? ഞാനൊന്ന് കുഞ്ഞല്ലേ. ആ, ഡിന്നർ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോ നല്ല വലുതായില്ലേ? ഞാനിനി നന്നായിട്ട് പെരുമാറിക്കോളാം. നീ ഇന്ന് നേരത്തെ കിടന്നുറങ്ങണം ഹെൻറി. ഇല്ല, എനിക്ക് മരണം, എനിക്ക് മരണം, എനിക്ക് മരണം, എനിക്ക് മരണം. ഇതൊട്ടും ശരിയല്ല. ഇന്ന് രാത്രിത്തേക്ക് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോന്നെ? ഞാൻ ഫിഷ് മോളിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഡെസേർട്ടിന് വേണ്ടി ചോക്ലേറ്റ് ഐസ്ക്രീമും ഉണ്ടാക്കുന്നു. അമ്മേ, ഞാൻ അമ്മയുടെ ബോസിനെ കാണാൻ വളരെ ആകാംക്ഷയിലാണ്. ഒന്നും നടക്കില്ല ഹെൻറി. എന്നാൽ ഇത് ഒട്ടും ശരിയല്ല. പീറ്ററിനെ നിൽക്കാൻ സമ്മതിച്ചല്ലോ, പിന്നെ അവന് ഐസ്ക്രീമും കിട്ടും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. മിസ്റ്റർ മോസിക്ക് പീറ്റർ ചെലവ് വായിക്കുന്നതൊന്ന് കാണണം. അത് കഴിയുമ്പോ അവന് ഉറങ്ങാൻ പോവല്ലോ. ഞാൻ ചെലവ് വായിക്കാൻ വേണ്ടിട്ട് കാത്തിരിക്കുവാണ്. പിന്നെ മുതിർന്നവരുടെ ഇടയിൽ ഞങ്ങൾ നിൽക്കാൻ പാടില്ലെന്ന് എനിക്ക് നല്ലോണം അറിയാമേ. ഒന്ന് മതിയാക്ക്. നിന്റെ റൂമിലേക്ക് പോകുന്നുണ്ടോ? ഞാൻ പോവില്ല. എനിക്ക് നിങ്ങളുടെ കൂടെ ഡിന്നർ കഴിക്കണം. പിന്നെ എനിക്ക് ഐസ്ക്രീമും വേണം. പിന്നെ നീക്ക് അകത്തേക്ക് പോകുന്നുണ്ടോ? ഞാൻ പറയാതെ ഇവിടെ കണ്ടുപോകരുത്. ഗസ്റ്റുകൾ വന്നല്ലോ. ദൈവമേ, ഐസ്ക്രീം ഇനി വീണ്ടും ഉണ്ടാക്കേണ്ടി വരും. ഗുഡ് ഈവനിങ്. ഹലോ. നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം മിസ്റ്റർ ആൻഡ് മിസ്സിസ് മോസി. ഞാനാണ് പീറ്റർ. എന്തൊരു യാത്രയായിരുന്നു. ഹെർക്കുലീസിനെ താഴെ വെക്കൂ ഡിയർ. നോക്ക് ഫ്ലഫി, അവിടെ ഒരു വലിയ മഞ്ഞയില് നിൽക്കുന്നുണ്ട്. ഹെർക്കുലീസ്, നിക്ക് നിക്ക് നിക്ക്. ഹെർക്കുലീസ്, ഹെർക്കുലീസ്, ഹെർക്കുലീസ്. ഇത് പീറ്റർ വായിക്കുമ്പോ നല്ല രസമുണ്ടായിരിക്കും. ഓ ഹെർക്കുലീസ്, മമ്മ നിന്നെ നോക്കിക്കോളാം. ആ കുരുത്തം കെട്ട പൂച്ചയെ പൂട്ടിയിട്ടേക്കണം, കേട്ടല്ലോ? ഇത് ഒട്ടും ശരിയല്ല. ഞാനിവിടെ റൂമിൽ സ്റ്റക്ക് ആയിരിക്കാം, പിന്നെ അവരവിടെ ആഘോഷിക്കുക. ചോക്ലേറ്റ്, ചോക്ലേറ്റ് ഐസ്ക്രീം. എന്നാ ശരി, അവരെന്നെ ക്ഷണിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ ക്ഷണിക്കാൻ പോവാ. പെർഫെക്റ്റ്. ഡിന്നർ ദേ റെഡിയാ. അയ്യോ, പീറ്റർ ഇത്രയും നന്നായിട്ട് വായിക്കാറില്ലല്ലോ. ആരോ നിന്റെ മ്യൂസിക് നോട്ട്സ് എല്ലാം തെറ്റിച്ചിട്ടുണ്ടല്ലോ പീറ്റർ.
പിള്ളേർക്കൊക്കെ വളർന്നു വരാൻ പറ്റിയ നൈബർഹുഡാണ് ഇവിടെ. ഹെർക്കുലീസ്, എന്താ ഈ കാണിക്കുന്നേ? സോറി കേട്ടോ, ഇത് മുഴുവനും കഴിച്ചു. ഏയ് സാരമില്ല, കുറച്ചല്ലേ കഴിച്ചിട്ടുള്ളൂ. പിന്നെ ഇത്രയും ഹൈറ്റിൽ ചാടുമെന്ന് ഞാൻ കരുതിയില്ല. എനിക്കും അതറിയില്ലായിരുന്നു. ഇവന് ചലഞ്ചുകൾ വളരെയധികം ഇഷ്ടമാണെന്ന് തോന്നുന്നു. കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ടൈം ഫോർ ഓപ്പറേഷൻ ഡിന്നർ കൊളാക്കൽ. അവർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും. ഹെൻറി, നീ ഇപ്പൊ മുകളിലല്ലേ ഉണ്ടാകേണ്ടത്? പക്ഷെ എനിക്ക് മിസ്റ്റർ ആൻഡ് മിസ്സസ് ബോസിയെ കാണണമായിരുന്നു. ഹോ സ്വീറ്റ്. മോസിയാണ്, ബോസി അല്ല. പക്ഷെ അമ്മ എപ്പോഴും ഇവരെ ബോസി എന്നല്ലേ വിളിക്കാറ്. മിസ്സസ് മോസിക്ക് വേഗം വെള്ളം എടുത്തു കൊടുക്ക്. ശരി ശരി അമ്മേ. എന്താ നിങ്ങൾ എല്ലാരും എന്നെ കൊല്ലാൻ നോക്കുകയാണോ? മിസ്സിസ് മോസി, വരൂ, വാഷ്റൂം കാണിച്ചു തരാം. മക്കളെ, നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങിക്കേ. ഉറപ്പായും. ഗുഡ് നൈറ്റ് മിസ്റ്റർ മോസി. മിസ്സസ് മോസി വേഗം തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്കിത് വളരെ ഇഷ്ടമാണ്. ഇതൊക്കെ കഴിച്ചിട്ട് ഒരുപാട് നാളായി കേട്ടോ. ഞാൻ നിന്നെ ചലഞ്ച് ചെയ്യുകയാണ്. ഹെൻറി, ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? പക്ഷെ അതറിയാതെ പറ്റിയതാ. എന്തായാലും നീ ഇപ്പൊ കിടന്ന് ഉറങ്ങേണ്ട സമയമല്ലേ, പോയി കിടന്ന് ഉറങ്ങ. ഇത് വളരെയധികം കഷ്ടമായി പോയി. പീറ്ററിന്റെ പെർഫോമൻസ് കണ്ടു, ഹെൻറിയുടെ പെർഫോമൻസ് കണ്ടില്ലല്ലോ. നീയും എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ ഹെൻറി. ഓ തീർച്ചയായും എനിക്ക് കരാട്ടെ ചെയ്യാൻ കഴിയും. വെരി ഗുഡ് ഹെൻറി. പക്ഷേ എനിക്കും എന്റേതായ ഒരു മാർഷൽ ആർട്സ് ഉണ്ട്, മുഷിക്കിഡോ. പോയി കിടന്ന് ഉറങ്ങ ഹെൻറി. വരൂ ഹെർക്കുലീസ്, എനിക്ക് നിന്റെ സഹായം വേണം. ഫ്ലഫി, നിനക്കിതുവരെ ഉറങ്ങാൻ സമയമായില്ലേ? എനിക്ക് മിസ്റ്റർ ആൻഡ് മിസ്സസ് മോസിയോട് ഗുഡ് നൈറ്റ് പറയണമായിരുന്നു. ഓ താങ്ക് യു ഹെൻറി. അയ്യോ, ഫുഡ്. വാ ഹെർക്കുലീസ്, നമുക്ക് വീട്ടിൽ പോവാം. മിസ്റ്റർ മോസി, ഞാൻ എന്റെ മകന് വേണ്ടി ക്ഷമ ചോദിക്കുകയാണ്. എന്നെ എന്റെ ജോബിൽ നിന്നും ഫയർ ചെയ്യരുത്. ഫയർ ചെയ്യാനോ? ഞാനെന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഇന്ന് വൈകിട്ടാ ഞാനൊന്ന് എൻജോയ് ചെയ്തത് തന്നെ. പക്ഷേ സാധാരണ ഡിന്നർ പാർട്ടികളൊക്കെ വളരെ ബോറിംഗ് ആണ്. പക്ഷെ തീർച്ചയായും ഈ ഡിന്നർ പാർട്ടി ബോറിംഗ് അല്ലായിരുന്നു. നിങ്ങൾ വേണമെങ്കിൽ മിസ്സിസ് മോസിയോടൊരു ഗുഡ് ബൈ പറഞ്ഞിട്ട് വരൂ. അതെ, തീർച്ചയായും. മിസ്സിസ് മോസി, ഒന്ന് നിൽക്ക്, ചോക്ലേറ്റ് ഐസ്ക്രീം കുടിച്ചിട്ട് പോവാം. നീ വിഷമിക്കണ്ട മോനെ. കുട്ടിക്കാലത്ത് എന്റെ പേര് തന്നെ വികൃതി ടിമോത്തി എന്നായിരുന്നു. ശരിക്കും നിനക്കിതിന് പണിഷ്മെന്റ് കിട്ടുമല്ലേ? അതെ. അതെ, എനിക്കും കിട്ടും. നീ സൂപ്പറാണ് ഹെൻറി. പക്ഷേ ഞാൻ വളർന്നപ്പോൾ പഠിച്ചൊരു പാഠമുണ്ട്, നമ്മളെക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരാൾ എപ്പോഴും ഉണ്ടാകും.